സൗദിയിൽ 12 മേഖലകളിൽ പ്രഖ്യാപിച്ച സ്വദേശീവൽക്കരണത്തിന്റെ മൂന്നാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മെഡിക്കൽ ഉപകരണങ്ങൾ, വാഹന സ്പെയർ പാർട്സ്, ബേക്കറികൾ എന്നിവിടങ്ങളിൽ സ്വദേശീവൽക്കരണം ബാധകമാകും. മലയാളികൾ ഏറെ ജോലി ചെയ്യുന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനങ്ങളും ഇതോടെ സ്വദേശീവൽക്കരണത്തിന്റെ പരിധിയിൽ വരും. നാളെ മുതൽ 5 മേഖലകളിലാണ് സ്വദേശീവൽക്കരണം നടപ്പിലാക്കുക. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, വാഹന സ്പെയർ പാർട്സ്, കാർപ്പറ്റുകൾ, ചോക്ലേറ്റ് തുടങ്ങിയ വിപണന സ്ഥാപനങ്ങൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലാണ് സ്വദേശിവൽക്കരണം. 70% സ്വദേശികളും 30% വിദേശികളും എന്നതാണ് അനുപാതം. ഇവയിൽ മലയാളികൾ ഏറെ ജോലി ചെയ്യുന്നിടമാണ് കെട്ടിട നിർമ്മാണ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ. ഈ ഫീൽഡ് ഇപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല. പിടിച്ചു നിൽക്കാൻ മാത്രമല്ല, ഇനിയിപ്പോൾ വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കടലിൻ്റെയും ചെകുത്താൻ്റെയും ഇടയിൽ പെട്ടതുപോലെ ആയിപ്പോയി. നാട്ടിൽ പോയാലോ ജോലിയില്ല, ഇവിടെ വന്ന് നിന്നാലോ അതിനുമില്ല. പലരും പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ ജോലി ചെയ്തു വരുന്നവരാണ്. പുതിയ മേഖലകൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതും പ്രയാസമാണ്. വളരെ പ്രോബ്ലത്തിലാണ്. ബിസിനസ് ഒന്നും ഇപ്പോൾ പഴയ രീതിയിലുള്ള ബിസിനസ് ഒന്നും ഇപ്പം ഇല്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. ഇനി എങ്ങനെയാണ് മുന്നിലോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ഒരുപാട് 10-26 വർഷം നമ്മളിപ്പോൾ ഈ മേഖലയിലാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അടച്ചുകൊണ്ടൊന്നും നമുക്ക് പോകാനോ പിടിക്കാനോ മറ്റുള്ള ഒരു കാര്യം ഒന്നും പറ്റത്തില്ല. വളരെ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടക്കം കുറിച്ച ചെറുകിട വിപണന സ്ഥാപനങ്ങളിലെ സ്വദേശിവൽക്കരണം ഇതോടെ പൂർണ്ണമായും പ്രാബല്യത്തിലാകും. നൌഷാദ്, മീഡിയ 1, ദമ്മാം.